ഇതുവരെ കാണാത്ത വയലൻസ് ആണ്. അതിനും കാട്ടി ഇതുവരെയ്ക്ക് അങ്ങനെ പടം കണ്ടിട്ടില്ല. അത്രയ്ക്ക് അടിപൊളിയാണ്. കില്ലിന്റെ മുകളിൽ നിൽക്കുമോ? കില്ലിന്റെ ഒക്കെ വയലൻസ് വേറെ ലെവൽ. നല്ല മൂവിയാണ്, പക്ഷേ കുട്ടികൾക്കൊന്നും കാണാൻ പറ്റില്ല. ഹെവി പിന്നെ R-rated മൂവിയാണ്. സ്റ്റിൽ ലൈക്ക് ഫാൻ ആണെന്നുള്ളതുകൊണ്ട് എല്ലാം സൂപ്പർ എന്ന് പറയുന്നില്ല. ഒരു 80% ബെറ്റർ ആയിരുന്നു. ഡയറക്റ്റഡ് ബൈ ധനുഷ് ആൻഡ് എ റഹ്മാൻ മ്യൂസിക്കൽ. തമിഴിൽ നിന്ന് എത്തുന്ന ആക്ഷൻ ത്രില്ലർ രായൻ കണ്ടറിഞ്ഞ് ഓടിച്ചോടെ എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം ചോദിച്ചു നോക്കാം. ഇപ്പോൾ രായൻ കണ്ടവരൊക്കെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. നേരെ രായൻ റിവ്യൂലേക്ക്. രായൻ നല്ല മൂവിയാണ്, പക്ഷേ കുട്ടികൾക്കൊന്നും കാണാൻ പറ്റില്ല. ഹെവി പിന്നെ R-rated മൂവിയാണ്. പക്ഷേ കൊള്ളായിരുന്നു. ഫസ്റ്റ് ഹാഫ് വളരെ ഗംഭീരമായ ധനുഷിൻ്റെ ഒരു ഇൻട്രോ ഒക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ കാളിദാസ് ജയറാമും വളരെ നല്ല അഭിനയിച്ചിട്ടുണ്ട്. റിവെഞ്ചാണ്. റിവെഞ്ചും പിന്നെ ബ്രദർഹുഡും പിന്നെ ഒരു സിസ്റ്ററിൻ്റെ പാസം അതൊക്കെ പറയുന്നുണ്ട്. തമിഴ് പൊളിറ്റിക്സ് ഉണ്ടോ? സ്ഥിരം തമിഴ് പൊളിറ്റിക്സ് എന്ന് പറയാനായിട്ട് ഒരു പാസം കൂടുതൽ കാണിക്കുന്നുണ്ട്. ബ്രദർഹുഡും ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു ഒരു R-rated മൂവി ആയതുകൊണ്ട് ഫാമിലി ഓഡിയൻസിന് അത്രയും ഇഷ്ടപ്പെടില്ല. ഒരുപാട് വയലൻസ് സീനൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ഭയങ്കര ഹാർഡ് കോർ ധനുഷ് ഫാനാണ്. സോ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ ഇത് ധനുഷ് ചെയ്ത എന്നുള്ള ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ സൂപ്പറായിരുന്നു. ആൻഡ് സ്റ്റിൽ ലൈക്ക് ഫാൻ ആണെന്നുള്ളതുകൊണ്ട് എല്ലാം സൂപ്പർ എന്ന് പറയുന്നില്ല. ഒരു 80% ബെറ്റർ ആയിരുന്നു. തമിഴിൽ നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ഒരു ഡാർക്ക് ഷെയ്ഡ് മൂവി, ഒരു ത്രില്ലർ, റിവെഞ്ച്. തമിഴിൽ ഈ സ്കെയിലിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള സിനിമകൾ വെച്ച് നോക്കുന്ന സമയത്ത് ഇറ്റ് വാസ് വെൽ എക്സിക്യൂട്ടഡ്. ആക്ഷൻ സീക്വൻസ് ഒക്കെ ആണെങ്കിലും നന്നായിട്ട് ചെയ്തിരുന്നു. ആൻഡ് ലൈക്ക് ഞാൻ ഒരുപാട് റിവ്യൂ പറയുന്നത് കറക്റ്റ് ആകത്തില്ല, കാരണം ഞാൻ ഒരു ധനുഷ് ഫാൻ ആയതുകൊണ്ട് എന്നെ ഏറ്റവും എക്സൈറ്റ് ചെയ്ത ധനുഷാണ്. ഓക്കെ, അപ്പോൾ ഈ റീസെന്റ് ആയിട്ട് തമിഴ് വന്ന ഏറ്റവും വയലൻസ് ഉള്ള പടം എന്നാണോ പറയുന്നത്? ഭയങ്കര വയലൻസ് ആണോ? R-rated അങ്ങനെയൊന്നും ഞാൻ പറയില്ല. ഓക്കെ ആയിരുന്നു. സിനിമ ഡിമാൻഡ് ചെയ്യുന്ന വയലൻസ് ആയിരുന്നു അതിനുണ്ടായിരുന്നത്. അത് വർക്കൗട്ടായി. അടിപൊളി സിനിമയായിരുന്നു കേട്ടോ. റഹ്മാൻ സാറിന്റെ സോങ് അടിപൊളി സോങ് ആയിരുന്നു. ആ ലാസ്റ്റ് സീനൊക്കെ കരഞ്ഞു പോയി. അടിപൊളി സിനിമ. ജോണർ എങ്ങനെയാണ്? ഒരു റിവെഞ്ച് ത്രില്ലർ ആണോ? ഫുൾ ത്രില്ലറാണ്. കണ്ടോണ്ടിരിക്കുക. അടിപൊളി. എല്ലാവർക്കും കാണാൻ പറ്റിയ ക്യാരക്ടർ എങ്ങനെയുണ്ട്? മാസ് ക്യാരക്ടർ ആണോ? മാസാണ്. അടിപൊളിയാണ്. ധനുഷ് സാറിനോട് പറയണ്ടല്ലോ, വേറെ ലെവലാണ്. ഓക്കെ, ഇത് വയലൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര വയലൻസ് ആണെന്ന് പറഞ്ഞത്. ഒരു രക്ഷയില്ല. അത് കണ്ടു തന്നെ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം ആ പടം. തമിഴ് ഇതുവരെ കാണാത്ത വയലൻസ് ആണ്. അതിനും കാട്ടി ഇതുവരെയ്ക്ക് അങ്ങനെ പടം കണ്ടിട്ടില്ല. അത്രയ്ക്ക് അടിപൊളിയാണ്. കില്ലിന്റെ മുകളിൽ നിൽക്കുമോ? കില്ലിന്റെ ഒക്കെ വേറെ ലെവൽ. ഓക്കെ, സ്റ്റാഫ് കൊള്ളായിരുന്നു. ഇൻട്രോയിൽ വരെ പക്ക കൊള്ളാം. ഇൻട്രോയിൽ സീൻ മേക്കിംഗ് ഒക്കെ കൊള്ളാം. പിന്നെ സെക്കൻഡ് ഹാഫ് ഇത്തിരി വെറും വേസ്റ്റാണ്. വെറും ആവറേജ്. അങ്ങനെ കൊള്ളത്തില്ല. ഇറങ്ങി പോകാനോ തോന്നി. അല്ല, വയലൻസ് സീൻസ് ഒക്കെ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എടുത്തിരിക്കണം. പക്ഷേ ലാസ്റ്റ് ഒക്കെ ക്ലൈമാക്സ് ഒക്കെ നമുക്ക് ഇറങ്ങി പോകാനോ തോന്നി. യൂഷ്വൽ മൂവി പോലെ ആയിരിക്കണം, റിവെഞ്ച് സ്റ്റോറി പോലെ ആയിപ്പോയി. ഡയറക്ടർ എങ്ങനെ ഉണ്ടായിരുന്നു? ഡയറക്ഷൻ സൈഡെല്ലാം കൊള്ളാം. സെക്കൻഡ് അറ്റംപ്റ്റ് എന്തോ ആണ്. പക്ഷേ ഡയറക്ഷൻ സൈഡൊക്കെ കൊള്ളാം. പക്ഷേ യൂഷ്വലായി പോയി ഭയങ്കര. പിന്നെ സെക്കൻഡ് ഹൗസ് കൊണ്ട് മൊത്തത്തോടെ ബോറായിക്കണം. തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്? ഇല്ല, തിയേറ്റർ എക്സ്പീരിയൻസ് ഇല്ല. ഫസ്റ്റ് ഹാഫ് കൊള്ളായിരുന്നു. ഇൻട്രോൽ പോർഷൻ വരെ കൊള്ളായിരുന്നു, കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് കൈവിട്ട് പോയി. സിനിമ ധനുഷ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നൈസാണ്. കഥയൊക്കെ എങ്ങനെയാണ്? കഥ എനിക്കിഷ്ടപ്പെട്ടു. ആക്ഷനൊക്കെ അടിപൊളിയാണ്. ഒരു റിവെഞ്ച് സ്റ്റോറി, സ്ഥിരം ടെംപ്ലേറ്റ് സ്റ്റോറിയാണോ? ഇല്ല, നല്ല ധനുഷിന്റെ ഡിറക്ഷനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. സ്റ്റോറിയൊക്കെ എന്താണ്? സ്റ്റോറി നമ്മൾ കണ്ടുവരുന്നതന്നെയാണ്, പക്ഷെ നല്ല ക്രില്ലം മേക്കിംഗ് ആണ്. വയലൻസ് എങ്ങനെയുണ്ട്? ആവശ്യത്തിന് വയലൻസ് ഉണ്ട്. ധനുഷിന്റെ വേറൊരു ഫേസ് ആണ് കാണുന്നത്. പടം സൂപ്പർ. സ്റ്റോറി എങ്ങനെയാണ്? സ്ഥിരം തമിഴ് അല്ല, വേറൊരു ഡിഫറൻസ്. അത് കണ്ടിട്ടുള്ള സ്റ്റോറിയാണ്. ബ്രദർ സിസ്റ്റർ അങ്ങനെ ഒരു കോമ്പിനേഷൻ. ഡയറക്ടർ എങ്ങനെയുണ്ട്? ഡയറക്ഷനും കൊള്ളാം. ഫൈറ്റ് എല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. മ്യൂസിക് എല്ലാം അടിപൊളി. വയലൻസ് ആണ്. എങ്ങനെയാണ് അത്? വർക്കായോ? കൊള്ളാം. ത്രില്ലറാണ്. സൂപ്പർ വയലൻസ് ആണ്. ചോര തെറിക്കും. ചോരക്കളിയാണ്.